പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അമ്മായിമാർ. വരുൺ രാത്രി അവളെ കാണുന്നതിനായി വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അമ്മായിമാർക്കും സന്തോഷമാകുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ കൺമണിയുടെയും അതുപോലെ തന്നെ ക്രിഷ് സാറിൻ്റെയും കൂടെയുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടട്ടോ. എന്തായാലും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ ഒന്നിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും ആ കാര്യം അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ എങ്ങനെ പോട്ടെ. ക്രിസ് സാർ ഈ കാര്യം വീട്ടിൽ പറഞ്ഞോ? ഇല്ല, പറയാനുള്ള ഒരു സൗകര്യം ഒത്തു വന്നിട്ടില്ല. അത് വരികയാണ് എങ്കിൽ ഉടൻ തന്നെ ഞാനത് വീട്ടിൽ അവതരിപ്പിക്കാം. അപ്പോ മാനസ മേഡത്തിന്റെ കാര്യമോ? അത് പ്രശ്നമാകില്ലേ? ഏ മാനസയെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ മനസ്സിൽ എൻ്റെ കൺമണി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ എന്തായാലും ഇതേപ്പറ്റി വീട്ടിൽ സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആക്കി തരുകയും ചെയ്യാം. അതുപോലെ അത് മതി. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. എന്തായാലും എല്ലാം ഞങ്ങളുടെ കൺമണിയുടെ ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. അമ്മായിമാർ ചതിക്കുമോ? വീട്ടിൽ പറഞ്ഞു വരുത്തുമോ? ധനലക്ഷ്മി കാര്യങ്ങൾ അറിഞ്ഞാൽ എന്താകും അവസ്ഥ? മുതലായ ചോദ്യങ്ങളാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് കൺമണി. അതെ, ഈ കാര്യം വീട്ടിൽ മറ്റാരും അറിയരുത്. അത് പിന്നെ പറയണോ കൺമണി? ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൺമണിയുടെ പിന്നിലുണ്ട്. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നതാണ് സത്യം. ഞാൻ എന്തായാലും ഇനി ഈ കാര്യം ആരോടും പറയില്ല. കൺമണിക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഇതോടെ കൺമണിക്കും സന്തോഷമായിരിക്കുകയാണ്. കൃഷാണെങ്കിൽ വളരെയധികം സന്തോഷത്തിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നു. കൃഷിന്റെ ഈ വരവ് ഇതേ സമയം ആൻറ്റിയമ്മ കാണാൻ ഇടയായിരിക്കുകയാണ്. ഈ അസമയത്ത് കൃഷ് ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവൻ എവിടെ പോയിട്ടാണ് വന്നത്? മുതലായ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഇതോടെ ആൻറ്റിയമ്മ ഇതിനൊരു ഉത്തരം കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. അപ്രതീക്ഷിതമായ ആൻറ്റിയമ്മയുടെ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷിനെ. കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു കൃഷ്. കൃഷ് ഒന്ന് നിന്ന്, നീ എവിടെ പോയിട്ട് വരിക? എന്താ ഈ അസമയത്ത് നീ ഇപ്പോ? അല്ല ആൻറ്റിയമ്മേ, എനിക്ക് അർജന്റായിട്ട് ഒന്ന് പുറത്തു പോകേണ്ടി വന്നു, അതാണ്. ഓഹോ, നീ എവിടേക്കാ പോയേ? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ. അവൻ പുറത്തുണ്ടായിരുന്നു. അപ്പോ അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു പോയതാ. ശരി. പക്ഷേ ആന്റിയമ്മയുടെ മനസ്സിൽ സംശയങ്ങൾ കൂടുകയാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ഇതിന് പിന്നിൽ എന്തെങ്കിലും കളി ഉണ്ടാകണം. അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുകയില്ല. എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം എന്ന് കണ്ടെത്തണം. ഉടൻ തന്നെ ഇതേ തുടർന്ന് മാനസിയെ ഫോൺ ചെയ്യുന്ന ആന്റിയമ്മ, എടി, നീ വല്ലതും അറിയുന്നുണ്ടോ? നീ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് എന്താണ് കാര്യം? കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. എന്താ ആന്റിയമ്മ? ആന്റിയമ്മ എന്താ പറയുന്നേ? കൃഷി ഇപ്പോൾ രാത്രി സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട്. അതത്ര നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ ഇപ്പോൾ പുറത്തു പോയത് ഫ്രണ്ടിനെ കാണാൻ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. പിന്നെ ആന്റിയമ്മ എന്താ പറയുന്നേ? എടി, ഇവൻ ഒരുപക്ഷെ ആ കൺമണിയില്ലേ, അവളെ കാണാൻ പോയതായിരിക്കും. അങ്ങനെയൊന്നും വരില്ല. നീ അതും വിശ്വസിച്ചിരുന്നോ?
ഒടുവിൽ നിനക്കിട്ട് പണി കിട്ടുമ്പോൾ നീ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇത് പറയുന്നത് കേട്ട് മാനസിക ടെൻഷൻ കൂടുകയാണ്. ഇനി ആന്റിയമ്മ പറയുന്നത് ശരിയാണോ? കാര്യങ്ങൾ കൈവിട്ടു പോയോ ഭഗവാനെ? എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയമാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് വരുൺ. ഇതോടെ വരുണാകെ ഞെട്ടിപ്പോകുന്നു. എൻ്റെ കാശും വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ താമസിച്ച് എന്നെ തന്നെ ചതിക്കുകയോ? അതങ്ങനെ ശരിയാകും? ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാകൂ. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം. ആ മനോജിനെയും അവൻ്റെ അച്ഛനെയും ഒരു പാഠം പഠിപ്പിക്കണം. ഈ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വരുൺ. ഇതേ തുടർന്നാണ് മനോജിനെ ഞെട്ടിച്ചുകൊണ്ട് വിവാഹാലോചന വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.